ഗാന്ധിഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ച ഷൈജ ആണ്ടവനെതിരെ കോഴിക്കോട് NITയിൽ പ്രതിഷേധം. പ്രധാന കവാടം ഉപരോധിച്ച SFI നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഷൈജ ആണ്ടവൻ ഡീനായി ചുമതല ഏറ്റെടുക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പ്രതീക്ഷിച്ച ഒരു പ്രതിഷേധമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രതിഷേധം അടങ്ങിക്കാരോ? പ്രതിഷേധക്കാരെ അവിടുന്ന് മാറ്റിയോ? തീർച്ചയായും വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് കോളേജിലേക്ക് മാർച്ചുമായി എത്തിയത്. പക്ഷേ പ്രതിഷേധക്കാരെ പൂർണ്ണമായി തന്നെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുകയായിരുന്നു. രാവിലെ പ്രവൃത്തി സമയത്തിനും ഏറെ മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൈജ ആണ്ടവനെ കോളേജിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സമരവുമായി എത്തിയത്. എന്നാൽ പിൻവശത്തുള്ള വഴിയിലൂടെ നേരത്തെ തന്നെ ഷൈജ ആണ്ടവൻ ക്യാമ്പസിനുള്ളിൽ കടക്കുകയും ചുമതല ഏറ്റെടുത്ത ശേഷം ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് SFI പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഈ കോളേജിലെ കവാടത്തിൽ കുത്തിയിരുന്ന് അവിടെ നിന്ന് ആരെയും പുറത്തേക്ക് വിടുകയോ അകത്തേക്ക് കടത്തിവിടുകയോ ചെയ്യില്ല എന്ന രീതിയിലായിരുന്നു ആ സമരം SFI ആസൂത്രണം ചെയ്തത്. എന്നാൽ വളരെ പെട്ടെന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള സമയം എടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനുശേഷമാണ് ഫ്രറ്റേണിറ്റി പ്രവർത്തകരും എത്തിയത്. അവരെയും കാര്യമായ പ്രതിഷേധത്തിന് അവസരം നൽകാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഷൈജ ആണ്ടവനെതിരെ ഉയർന്നിരിക്കുന്നത്. നേരത്തെ ഗാന്ധിഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള കമന്റിന് തൊട്ടു പിന്നാലെയും വലിയ പ്രതിഷേധം ഈ ക്യാമ്പസിൽ അലയടിച്ചിരുന്നു. ക്യാമ്പസിന് പുറത്ത് ഇതിനുശേഷം പോലീസ് കേസെടുക്കുകയും അവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് അവർക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. MK രാഘവൻ MP അടക്കമുള്ളവർ സത്യാഗ്രഹ സമരം വരെ ഈ ക്യാമ്പസ് പടിക്കൽ നടത്തി. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ് സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. ഇത്രയൊക്കെ ആയിട്ടും യാതൊരു മാറ്റവും തങ്ങളുടെ തീരുമാനത്തിൽ ഇല്ല എന്ന് തന്നെയാണ് NIT അധികൃതർ വ്യക്തമാക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഷൈജ ആണ്ടവൻ ചുമതല ഏറ്റെടുത്തത്. ഷൈജ ആണ്ടവനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നേരത്തെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഡീനായി ചുമതലയേൽക്കാൻ എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി SFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നു.